വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബി ഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബി ഫാം 7th സെമിസ്റ്റർ NDDS എന്ന സബ്ജക്റ്റിൽ മൈക്രോ എൻകാപ്സുലേഷൻ എന്ന ഒരു പുതിയ യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മൈക്രോ എൻകാപ്സുലേഷൻ. മൾട്ടി പാർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോം. മൾട്ടി പാർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ ഫോമുലേഷൻസ് ആണ്. അതിൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എങ്ങനെയാണ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? ന്യൂമറസ് സ്മോൾ ഇൻഡിപെൻഡൻറ്റ് സബ് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും ആക്റ്റീവ് സബ്സ്റ്റൻസ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതാണ് മൾട്ടി പാർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോം എന്ന് പറയുന്നത്. കോമൺ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പാർട്ടിക്കിൾസ് ഉണ്ട്, മൈക്രോസ്പിയേഴ്സ്, മൈക്രോ ക്യാപ്സ്യൂൾസ്. മൈക്രോ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു എൻട്രാപ്പ് എ സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് വിത്തിൻ എ പോളിമറിക് മാട്രിക്സ് ഓർ ഷെൽ. അതായത് നമ്മൾ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസിനെയോ ഒരു പോളിമറിക് മാട്രിക്സിൽ അല്ലെങ്കിൽ ഷെല്ലിൽ എൻട്രാപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ടെക്നിക്കാണ് മൈക്രോ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു എൻട്രാപ്പ് എ സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് വിത്തിൻ എ പോളിമറിക് മാട്രിക്സ് ഓർ ഷെൽ. ഡ്രഗിന് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളൊരു ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമറിൽ എൻകാപ്സുലേറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഈ മൈക്രോ എൻകാപ്സുലേറ്റഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 500 മൈക്രോമീറ്റേഴ്സിൻ്റെ ഇടയിലായിരിക്കും റേഞ്ച് ഉണ്ടാവുക. ഒപ്റ്റിക്കൽ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഈ മൈക്രോ ക്യാപ്സ്യൂളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 250 മൈക്രോമീറ്റേഴ്സിനെക്കാട്ടിലും കുറവായിരിക്കണം. ഈ മൈക്രോ എൻകാപ്സുലേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ very tiny droplets or particles of a liquid or solid material are surrounded or coated with a polymeric waxy or protective material. Tiny droplets, very tiny droplets അല്ലെങ്കിൽ particles of liquid അല്ലെങ്കിൽ solid materialsനെ ഒന്നെങ്കിൽ പോളിമറിക് വാക്സി പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ വെച്ചിട്ട് സറൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ കോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് മൈക്രോ എൻകാപ്സുലേഷൻ എന്ന പ്രോസസ്സിൽ. ഇനി മൈക്രോ എൻകാപ്സുലേഷൻ നമ്മൾ എന്തിനാണ് ചെയ്യണത്? റീസൺസ് ഫോർ മൈക്രോ എൻകാപ്സുലേഷൻ. റിയാക്റ്റീവ് സബ്സ്റ്റൻസസിനെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷറിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ലിക്വിഡ് ആക്റ്റീവ് കോമ്പണൻസിനെ ഡ്രൈ സോളിഡ്സിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻകോമ്പാക്റ്റബിൾ കോമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈറ്റമിൻസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സ്റ്റിക്കി മെറ്റീരിയൽസ് ഒട്ടിപ്പിടിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഹാൻഡ്ലിംഗ് പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോക്സിക് മെറ്റീരിയൽസിനെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ടാർഗറ്റഡ് ഡ്രഗ് റിലീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്റ്റീവ് കോമ്പണൻസിൻ്റെ റിലീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കോർ മെറ്റീരിയൽസിൻ്റെ ടേസ്റ്റ് ആൻഡ് ഓർഡർ മാസ്കിങ്, അതായത് നമുക്ക് പറ്റാത്ത ടേസ്റ്റിന് അല്ലെങ്കിൽ ഓർഡർ സ്മെല്ലിൻ്റെ ഒക്കെ നമുക്ക് മാസ്ക് ചെയ്തിട്ട് നമുക്ക് പാലറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ബയോ അവൈലബിലിറ്റി ഡ്രഗ്സിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ചില ഡ്രഗ്സ് നമ്മുടെ GI ട്രാക്റ്റിൽ ഇറിറ്റേഷൻ കോസ് ചെയ്യും, അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോ എൻകാപ്സുലേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ടും കൂടി കണക്കാക്കാൻ പറ്റും. അതായത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻകാപ്സുലേറ്റഡ് ഡ്രഗ്സിന്, പിന്നെ ലിക്വിഡിനെയും ഗ്യാസസിനെയൊക്കെ നമുക്ക് സോളിഡ് പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, സസ്റ്റെയിൻഡ് ആൻഡ് കൺട്രോൾഡ് റിലീസ് ഡോസേജ് ഫോംസ് എനേബിൾ ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താ? ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ചിലപ്പോൾ ഷെൽഫ് ലൈഫ്, ഹൈഗ്രോസ്കോപ്പിക് ഏജൻ്റ് ഒക്കെ ആണെങ്കിൽ ഷെൽഫ് ലൈഫ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കോട്ടിങ് എപ്പോഴും യൂണിഫോം ആയിക്കൊള്ളണം എന്നില്ല. അതെന്ത് ചെയ്യും? ഈ എൻകാപ്സുലേറ്റഡ് മെറ്റീരിയൽസിൻ്റെ ആ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനൊക്കെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഡിസഡ്വാൻറ്റേജസ്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടി പാർട്ടിക്കുലേറ്റ് ഡോസേജ് ഫോംസിൻ്റെ കോമൺ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്നതാണ് മൈക്രോ പാർട്ടിക്കിൾസ്, മൈക്രോസ്പിയേഴ്സ്, മൈക്രോ ക്യാപ്സ്യൂൾസ് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് മൈക്രോ പാർട്ടിക്കിൾസ് നോക്കാം. മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയാമീറ്റർ റേഞ്ച് 1 to 1000 മൈക്രോമീറ്റർ ആയിരിക്കും. 1 to 1000 മൈക്രോമീറ്റർ ഡയമീറ്റർ റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസിനെയാണ് മൈക്രോ പാർട്ടിക്കിൾസ് എന്ന് പറയാം. ഈ ഇതിലെ ഡ്രഗ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒന്നുകിൽ ഡിസോൾവ് ചെയ്യുക, എൻട്രാപ്പ് ചെയ്യുക, എൻകാപ്സുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൈക്രോ പാർട്ടിക്കിൾ മെട്രിക്സിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെട്രിക്സിലോട്ട് ഒന്നെങ്കിൽ ഡ്രഗിനെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻട്രാപ്പ് ചെയ്ത് എൻകാപ്സുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രിപ്പറേഷൻ്റെ മെത്തേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൈക്രോസ്പിയേഴ്സും മൈക്രോ ക്യാപ്സ്യൂൾസ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഫസ്റ്റ് നമ്മൾ മൈക്രോ ക്യാപ്സ്യൂൾസ് നോക്കാം. മൈക്രോ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ മൈക്രോ എൻകാപ്സുലേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് 1 to 100 മൈക്രോമീറ്റേഴ്സ് ആണ്.
അതിന് ഒരു ഡിസ്റ്റന്റ് ക്യാപ്സ്യൂൾ വാൾ ഉണ്ടായിരിക്കും, സറൗണ്ടിങ് ബൈ ഒരു ആക്റ്റീവ് കോറും സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൺട്രോൾഡ് റിലീസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതേപോലെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇൻ്റർഫേഷ്യൽ കണ്ടൻസേഷൻ, ഇൻസൈറ്റു പോളിമറൈസേഷൻ, കൊയാഗുലേഷൻ. ഈ 3 മെത്തേഡ് വഴിയാണ് കോമൺലി മൈക്രോ ക്യാപ്സ്യൂൾസ് ഫോം ചെയ്യുന്നത്. ഇനി ഒരു മൈക്രോ ക്യാപ്സ്യൂളിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കമ്പോണൻസ് ആണ് അതിലുള്ളത്. കോർ മെറ്റീരിയലും ഉണ്ട്, കോട്ടിംഗ് മെറ്റീരിയലും ഉണ്ട്. കോർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനെ എൻക്ലോസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സ്പെസിഫിക് മെറ്റീരിയൽ ടു ബി കോട്ടഡ്, കോട്ട് ചെയ്യേണ്ടത് ഏത് മെറ്റീരിയലിനെയാണോ, അത് ലിക്വിഡ് ആയിരിക്കാം സോളിഡ് ആയിരിക്കാം, ആ മെറ്റീരിയലിനെയാണ് കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ലിക്വിഡ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിസ്പേഴ്സ്ഡ് അല്ലെങ്കിൽ ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. സോളിഡ് കോർ എന്ന് പറഞ്ഞാൽ അതിൽ ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസോ എക്സിപിയൻസ് ലൈക്ക് സ്റ്റെബിലൈസേഴ്സ്, ഡൈലുവൻ, റിലീസ് റേറ്റ് റിട്ടാർഡൻസ്, ആക്സിലറേറ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ഇനി കോട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് കോട്ടിംഗ് മെറ്റീരിയൽ. അതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസൈഡ് മൈക്രോ ക്യാപ്സ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഒരു കോട്ടിങ്ങിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇനേർട്ട് പോളിമർ, പ്ലാസ്റ്റിസൈസർ, കളറിംഗ് ഏജന്റ്, റിലീസ് റേറ്റ് എൻഹാൻസർ ഓർ റിഡക്റ്റന്റ്. പിന്നെ പോളിമർ സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് ഒരു പോളിമറിനെ സെലക്ട് ചെയ്യാം? അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്തിരിക്കണം. അതായത് സ്റ്റെബിലൈസേഷൻ, പിന്നെ വോളറ്റൈലിറ്റി കുറവായിരിക്കണം, ഡിസൈഡ് റിലീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം, പിന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിനോട് സ്യൂട്ടബിൾ ആയിരിക്കണം, കെമിക്കലി കോമ്പാക്റ്റബിൾ ആയിരിക്കണം, ഡ്രഗുമായിട്ട് നോൺ റിയാക്റ്റീവ് ആയിരിക്കണം, പിന്നെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം, ഇംപെർമിയബിലിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കണം. ഇതാണ് പോളിമർ സെലക്ഷൻ ക്രൈറ്റീരിയ. അടുത്തത് ടൈപ്സ് ഓഫ് മൈക്രോ ക്യാപ്സ്യൂൾസ് ആണ്. മൈക്രോ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. മോണോ ന്യൂക്ലിയർ മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ട്, പോളി ന്യൂക്ലിയർ മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ട്, അതുപോലെ മെട്രിക്സ് ടൈപ്പ് മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ട്. മോണോ ന്യൂക്ലിയർ മൈക്രോ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സിംഗിൾ കോർ ആയിരിക്കും, അത് ഒരു ഷെൽ മെറ്റീരിയലിനെ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. പോളി ന്യൂക്ലിയർ മൈക്രോ ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഷെല്ല് കൊണ്ട് എൻക്ലോസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ കോർസ് ആയിരിക്കും കണ്ടെയ്ൻ ചെയ്യേണ്ടാവുക. മെട്രിക്സ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് മെട്രിക്സിൽ ഡിസ്പേഴ്സ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, എൻക്ലോസ് ചെയ്യല്ലാതെ ഒപ്പം ഡിസ്പേഴ്സ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി മൈക്രോ ക്യാപ്സ്യൂൾസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡ്സിനെ അല്ലെങ്കിൽ ഗ്യാസസിനെയൊക്കെ നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വോളറ്റൈലിറ്റി കുറയ്ക്കാൻ പറ്റും, സബ്സ്റ്റൻസസിൻ്റെ സർഫസ് ആൻഡ് കൊളോയിഡൽ പ്രോപ്പർട്ടീസിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഡ്രഗ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് റിലീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപ്രൂവ് ചെയ്യാനും ഡ്രഗ് ബയോ അവൈലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും ഏത് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ നമുക്ക് മൈക്രോ എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ടോക്സിക് മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ഹസാഡസ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഹാൻഡ്ലിങ് സേഫ് ആക്കാൻ പറ്റുന്നുണ്ട്. കൺട്രോൾഡ് റിലീസാണ് അവിടെ നടക്കുന്നത്. ഡ്രഗ് ഇൻകോമ്പാക്റ്റബിലിറ്റീസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടേസ്റ്റും ഓർഡറും ഒക്കെ നമുക്ക് പാലറ്റബിൾ ആക്കാൻ പറ്റും. ബിറ്റർ ടേസ്റ്റിനെയൊക്കെ മാസ്ക് ചെയ്ത് പാലറ്റബിൾ ആക്കാൻ പറ്റുന്നുണ്ട്. അൺപ്ലസൻറ്റ് ഓർഡറിനെയൊക്കെ മാസ്ക് ചെയ്യാൻ പറ്റും. ഹൈഗ്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടോക്സിസിറ്റി, GI ഇറിറ്റേഷനൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പ്രിസൈസ് ഡ്രഗ് ടാർഗറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇൻട്രായൂട്രിൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസിലൊക്കെ നമ്മൾ ഒരു മെത്തേഡ് ഓഫ് ഡ്രഗ് ഡെലിവറി ആയിട്ട് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആണ്. അതായത് മെറ്റീരിയൽസിനൊക്കെ ഹൈ കോസ്റ്റ് ആയിരിക്കും, ഫോർമുലേഷൻ്റെ പ്രോസസ്സിനൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ഈ ടെക്നിക്ക് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് കോർ മെറ്റീരിയൽസിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള കോട്ടിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അത് ഫങ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ എല്ലാ കോർ മെറ്റീരിയൽസിനെ പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ മെത്തേഡ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ സെൻസിറ്റീവ് ഫാർമസ്യൂട്ടിക്കൽസിനൊന്നും മേ നോട്ട് ബി സ്യൂട്ടബിൾ ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഷെൽഫ് ലൈഫ്. പിന്നെ കോട്ടഡ് പ്രൊഡക്റ്റ് ചിലപ്പോൾ നോൺ റീപ്രൊഡ്യൂസബിൾ അല്ലെങ്കിൽ അൺസസ്റ്റൈനബിൾ റിലീസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുക. ഫോർമുലേഷൻസ് ചിലപ്പോൾ ടു ബൾക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെർട്ടൈൻ ഡോസേജ് ഫോംസിനൊന്നും അത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. പിന്നെ ലിമിറ്റഡ് ചോയ്സ് ആണ് എപ്പോഴും അവിടെ മെറ്റീരിയൽസിന്. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, അപ്രൂവ്ഡ് ആയിട്ടുള്ള, ബയോ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കിട്ടാൻ എപ്പോഴും ഒരു ലിമിറ്റഡ് ചോയ്സ് ആണുള്ളത്. പിന്നെ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നോൺ അലർജിക്, ബയോ കോമ്പാക്റ്റബിൾ, ബയോഡിഗ്രേഡബിൾ കാരിയേഴ്സിനൊക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിൻ്റെയൊക്കെ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ മൈക്രോ പാർട്ടിക്കിൾസ് നമുക്ക് പാരൻട്രൽ യൂസിന് സ്യൂട്ടബിൾ അല്ല.
പാരൻട്രൽ ഫോമുലേഷൻസ് ആണെങ്കിൽ കൂടിയും അതിന് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ആണ്. പിന്നെ മെനി മൈക്രോ എൻകാപ്സുലേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ പാറ്റൻറ്റഡ് ആണ്. അത് ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് മെത്തേഡിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനുള്ളത്. അപ്പോൾ എന്താണ് മൈക്രോ എൻകാപ്സുലേഷൻ എന്ന് നമ്മൾ നോക്കി. അതേപോലെ എന്തിനാണ് മൈക്രോ എൻകാപ്സുലേഷൻ ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, മൈക്രോ പാർട്ടിക്കിൾസ്, മൈക്രോ ക്യാപ്സ്യൂൾസ്. മൈക്രോ ക്യാപ്സ്യൂൾസിൻ്റെ 2 കോമ്പണൻസ് ആയിട്ടുള്ള കോർ മെറ്റീരിയലും കോട്ടിംഗ് മെറ്റീരിയലും, പിന്നെ ഒരു പോളിമറിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, ടൈപ്സ് ഓഫ് മൈക്രോ ക്യാപ്സ്യൂൾസ്, അതിൽ 3 ടൈപ്പാണ് നമ്മൾ നോക്കിയത്. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർ ജസ്റ്റ് അതിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.